Hi friends, welcome to Garam Masala, the magic spices of cooking. Chicken bread roll. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ചിക്കൻ ബ്രെഡ് റോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ചിക്കൻ 250 ഗ്രാം, മഞ്ഞൾപ്പൊടി 1 പിഞ്ച്, ഉപ്പ്, ഫോർ സ്റ്റഫിംഗ് സവാള 2 കപ്പ് ചോപ്പ് ചെയ്തത്, ക്രഷ് ചെയ്ത ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1-2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കറിവേപ്പില, മല്ലിയില, ഉപ്പ്. ഫോർ അസംബ്ലിംഗ്: ബ്രെഡ് 10 പീസസ്, മുട്ട 1 ബീറ്റ് ചെയ്തത്, ബ്രെഡ് ക്രംസ് 1 കപ്പ്, പാൽ 1 കപ്പ്, എണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ചിക്കനെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഷ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതിനെ വഴറ്റണം. ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യും. ഈ മസാലയും ചിക്കനും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അവസാനമായി ഇതിലോട്ട് നമുക്ക് മല്ലിയില കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് ബ്രെഡിന്റെ എഡ്ജസ് എല്ലാം മുറിച്ചു മാറ്റണം. ഇനി ഈ ബ്രെഡിനെ പാലിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് സ്ക്യൂസ് ചെയ്യാം. ഇതിന്റെ സെന്ററിലായി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെക്കാം. ഇനി നമുക്കിതിനെ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ മുട്ടയിൽ മുക്കിയെടുക്കണം. അടുത്തതായി നമുക്കിതിനെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കിയെടുക്കുകയും അടുത്ത കൈ കൊണ്ട് റോൾ ചെയ്യുകയുമാണ് വേണ്ടത്. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും. അങ്ങനെ നമ്മുടെ റോൾ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത റോൾ കൂടെ തയ്യാറാക്കാം. ഇതിനെ നമുക്ക് മുട്ടയിൽ മുക്കിയെടുക്കാം. ബ്രെഡ് ക്രം കൊണ്ട് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ 30 മിനിറ്റ് വെക്കാം. റോൾ ഒന്ന് ഫേമായി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ റോളായി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ബ്രെഡ് റോൾ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിനെ നമുക്കൊരു കിച്ചൺ ടിഷ്യൂവിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ചിക്കൻ ബ്രെഡ് റോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.